ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു കുഞ്ഞു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്ന് സൺഡേ ഇന്ന് കുറച്ച് സ്പെഷ്യലൊക്കെ ഉണ്ട് കേട്ടോ ഇന്ന്. അപ്പോൾ എന്താണ് എല്ലാവരുടെ വിശേഷം? എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നല്ലൊരു ഡേ ആശംസിക്കുന്നു കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഇങ്ങനെ കിളിഞ്ഞ് കണ്ടപ്പോൾ ഇങ്ങനെ ജസ്റ്റ് കിളിഞ്ഞ് നോക്കി ഇങ്ങനെ നിന്ന് വീഡിയോ എടുത്താണ് കേട്ടോ. ഒരു കുരുവി ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കുന്നത് കണ്ടപ്പോൾ അതിങ്ങനെ നോക്കി നിന്നതാണ്. പിന്നെ അങ്ങനെ രാവിലെ ഞാൻ ചപ്പാത്തിയായിട്ട് ഉണ്ടാക്കി. ചപ്പാത്തിയും കടലക്കറിയാണ് ഉണ്ടാക്കിയത്. പിന്നെ എല്ലാവരും എണിച്ചിങ്ങനെ വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. സ്കൂളില്ലല്ലോ, പിന്നെ ഇപ്പോൾ നാളെ അല്ലേ സ്കൂൾ തുറക്കുള്ളൂ അല്ലേ. അപ്പോൾ ഇന്ന് നമുക്ക് ഇത്തിരി സ്പെഷ്യലൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇറച്ചി മീനൊക്കെ എപ്പോഴെങ്കിലും തന്നെ മേടിക്കുള്ളൂ, എപ്പോഴൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇന്ന് കുറച്ച് ചിക്കൻ കറി, സൺഡേ അല്ലേ, ചിക്കൻ കറി മേടിക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ റിയാസ്ക കടയിൽ നിന്ന് ഓയിലും ചിക്കൻ്റെ പൊടിയും, ഞാൻ ചിക്കൻ വറുക്കാൻ ബിസ്മിൻ്റെ ഈ പൊടിയാട്ടോ യൂസ് ചെയ്യുക. ഇത് നല്ല ടേസ്റ്റാണ്, ചിക്കൻ വറുത്താലും നന്നായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ നല്ല ചിക്കനൊക്കെ കഴുകിയിട്ട് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്, വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നന്നായി ഒന്ന് കഴുകി എടുക്കണം. അപ്പോൾ ഇതാ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ചപ്പാത്തിയും കടലക്കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആരും കഴിച്ചിട്ടില്ല കേട്ടോ. പ്രിയാസ്ക്ക് രാവിലെ ഇത് വാങ്ങി തന്നിട്ട് അങ്ങനെ പോയി, ഒരു വാടക വിളിച്ചപ്പോൾ അങ്ങനെ പോയിട്ടാ. അപ്പോൾ കുട്ടികൾക്ക് ചിക്കൻ വേണമെന്ന് പറഞ്ഞപ്പോൾ വാങ്ങിക്കൊണ്ട് തന്നാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് കഴുകി കൊണ്ടുവന്നിട്ടുണ്ട്. കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെക്കും കേട്ടോ, അതിൻ്റെ ബ്ലഡ് പോകാൻ വേണ്ടിയിട്ട്. പിന്നെ അതങ്ങനെ കഴുകി കൊണ്ടുവന്ന ശേഷം നമ്മൾ പൊരിക്കാനുള്ളത് ആദ്യം ഒന്ന് മുളകിട്ട് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ കുറച്ച് കഴിയുമ്പത്തിന് അങ്ങോട്ട് പൊടിക്കുമല്ലോ. അപ്പോൾ ഞാൻ അതിലേക്കൊരു മുട്ട ഉടച്ചിട്ടുണ്ട് കേട്ടോ. മുട്ടയും കുറഞ്ഞ ഈ പൊടിയിൽ പിന്നെ ഉപ്പുണ്ടാവും. ഉപ്പിട്ട് നമ്മൾ ഇടേണ്ട ആവശ്യമില്ല, എന്നാലും ചിലപ്പം ഉപ്പില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ബിസ്മി ഈ പൊടി നല്ല എല്ലാം അടങ്ങിയിട്ടുള്ളൊരു പൊടിയും കൂടി കേട്ടോ. അതിൽ നമ്മുടെ ചിക്കൻ ഇതും മുട്ടയും മാത്രം ഇട്ടിട്ട് നമ്മളതൊന്ന് വറുത്തെടുത്താണ് കേട്ടോ. അപ്പം നല്ല എവിടെ ഒട്ടാണ്ട് നമുക്ക് നന്നായിട്ട് നല്ല സോഫ്റ്റായിട്ട് ചിക്കൻ ചില്ലി പോലെ കിട്ടും കേട്ടോ. അപ്പം ഞാൻ കുറച്ച് കുഞ്ഞ് പീസും കുറച്ച് വലിയ പീസൊക്കെ ആക്കിയിട്ട് ഒന്ന് കുഴച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇതൊന്ന് ഇങ്ങനെ ആക്കിയിട്ട് കുറച്ച് നേരം വെച്ച് പറഞ്ഞാൽ പിന്നെ നമുക്ക് കറിയൊക്കെ വെക്കലും വറുത്തെടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ നമുക്കിതാ വെളുത്തുള്ളി ഉണ്ട്. വെളുത്തുള്ളിൻ്റെ വില കേട്ടാൽ നമ്മൾ വാങ്ങൂല കേട്ടോ, അത്ര വില കൂടുതലാണ്. പിന്നെ ഞാൻ ചിക്കനല്ലേ എന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കാൻ പറഞ്ഞ കേട്ടോ. അപ്പോൾ ഞാൻ മിക്സിൻ്റെ ജാറ് കംപ്ലൈൻറ്റ് കേട്ടോ. ഞാനെപ്പോഴും ഈ മൂടിയിലിട്ടിട്ടാണ് അരക്കുക. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പട്ടയൊക്കെ ഒന്ന് ജസ്റ്റ് ചതച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അടുപ്പിലാണ് വെക്കുന്നത്. അപ്പോൾ ഞാൻ കുറേ ആയിൽ റെസിപ്പിയൊക്കെ കാണിച്ചിട്ട് അടുപ്പിൽ വെക്കണത് കാണിച്ചിട്ട്. അപ്പം ഇന്ന് ഞാൻ അടുപ്പിൽ വെക്കാനൊരു ഇടയ്ക്കൊരു മൂടാട്ടോ അങ്ങനെ അടുപ്പിൽ വെക്കാൻ. ചില സമയത്ത് ഭയങ്കര മടിയായിരിക്കും അടുപ്പിലൊക്കെ വെക്കാൻ. പിന്നെ ചിക്കൻ കറി മീൻ കറിയൊക്കെ നമുക്ക് മൺചട്ടിയിൽ അടുപ്പിൽ വെച്ചാൽ തന്നെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ റിയാസ്ക്കൊക്കെ ഇങ്ങനെ വെക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാനിന്ന് അടുപ്പിൽ തന്നെ അങ്ങനെ വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ചപ്പാത്തി ചുട്ട് കഴിഞ്ഞ ശേഷം അടുപ്പ് തീ കെട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ 2 കൊള്ളി വെച്ചിട്ട് ഊതിയപ്പോൾ കത്തി കേട്ടോ. പിന്നെ ഞാൻ ചട്ടിയിൽ മൺചട്ടി ചൂടായപ്പോൾ കുറച്ച് എണ്ണയൊക്കെ വീത്തി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ വലിയുള്ളിയും തക്കാളിയും കറിവേപ്പിലയൊക്കെ ഇട്ടിട്ടൊന്ന് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്ത് ഒന്ന് ജസ്റ്റ് വണക്കി എടുക്കുക കേട്ടോ. അപ്പം ഞാൻ അങ്ങനെയാണ് കേട്ടോ ഇറച്ചിക്കറിയൊക്കെ വെക്കുക. പിന്നെ പച്ചരി ഉണ്ട് കുറച്ച്, അപ്പോൾ അതിൽ കുറച്ച് നെയ്ച്ചോറ് പോലെ വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു കുട്ടികൾക്ക്. പിന്നെ വെറുംചോറും കുറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് എനിക്ക് പച്ചരി ചോറ് പറ്റൂല. അപ്പം ഞാനും ഫാത്തിമക്കുട്ടിയൊക്കെ വെറും ചോറ് തന്നെ കേട്ടോ കഴിക്കുക. അവൾക്കും എണ്ണമെഴുക്ക് അത്ര പറ്റാത്തതുകൊണ്ട് ഇറച്ചി കറിയൊക്കെ കൊടുക്കും. കറി എന്ത് വേണമെങ്കിലും ആൾ കൂട്ടും കേട്ടോ. പക്ഷേ എന്താണ് എണ്ണമെഴുക്ക് കുറച്ച് ആൾക്ക് പറ്റൂല, വയറിന് പറ്റൂല. പിന്നെ അവൾ ഹോമിയോ മരുന്നൊക്കെ കുടിക്കുന്ന കാരണം കൊണ്ട് അപ്പം ഞാൻ ശ്രദ്ധിച്ചിട്ടാട്ടോ കൊടുക്കുള്ളൂ. എണ്ണമെഴുക്കുള്ളതൊക്കെ അധികം ഒഴിവാക്കും. പിന്നെ അത്യാവശ്യം എപ്പോഴെങ്കിലും തന്നെ കൊടുക്കുള്ളൂ കേട്ടോ ബിരിയാണി നെയ്ച്ചോറൊക്കെ. പിന്നെ ഇതാ ഞാൻ സവാളയും തക്കാളിയും ഒക്കെ ഇട്ടിട്ട് ഒന്ന് അടുപ്പിൽ തന്നെയൊക്കെ ഒന്ന് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കട്ടെ. ഈ തക്കാളി വലിയ ഒന്ന് ഉടഞ്ഞ് ഇതായ ശേഷം നമ്മൾ പൊടികളും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഇട്ട് കൊടുക്കുള്ളൂ കേട്ടോ. പിന്നെ നമ്മുടെ ചിക്കൻ വറുക്കണതിൽ പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. അതിൻ്റെയൊക്കെ ഒരു ഇതുണ്ടാവും അതിൽ. ആ ഒരു പൊടി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. പിന്നെ ഇതാ ഞാൻ പൊടികളൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് വെച്ചിട്ട് നമ്മുടെ അടുപ്പ് ഇവിടെ ആയതുകൊണ്ട് അവിടുത്തെ സാധനങ്ങളൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവരണം കേട്ടോ. ഞാൻ അധികം അത് മേടിച്ചിട്ടാണ് അടുപ്പിൽ വെക്കാത്തത് കേട്ടോ. പിന്നെ നമ്മൾ വിറകൊക്കെ ഉണ്ടാകുമ്പോൾ അടുപ്പുണ്ടാകുമ്പോൾ പിന്നെ ഗ്യാസ് വെറുതെ കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ പിന്നെ നമുക്കിവിടെ ഇങ്ങനെ ഫോൺ വെക്കാനുള്ള സൗകര്യമൊന്നും ഇല്ല. അതുകൊണ്ടും കൂടിയാണ് ഞാൻ അധികം ഇവിടെ കാണിക്കാത്തത് കേട്ടോ. പിന്നെ ഇതാ നമ്മൾ പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, നമ്മുടെ ചിക്കൻ പൊടി, ചിക്കൻ മസാല ഉണ്ടല്ലോ അതൊക്കെ ഇട്ടിട്ട് അങ്ങോട്ട്
ഞാൻ ഈ വെള്ളം ഒഴിക്കൂല കേട്ടോ, ചിക്കൻ്റെ ഗ്രേവി തന്നെ അങ്ങനെ കുറച്ച് കറി പോലെ വെക്കുകയാണ് കേട്ടോ. വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കറിൻ്റെ ടേസ്റ്റ് പോയി കിട്ടും. അപ്പോൾ ഞാൻ ഇന്ന് വെള്ളമൊന്നും ഒഴിക്കാണ്ട് ചിക്കൻ മാത്രം ഇട്ടിട്ട് ഇങ്ങനെ ഗ്രേവി പോലെ കുറച്ച് വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ അങ്ങനെ അതും ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ, എല്ലാം പാടെ ഇട്ടിട്ട്. പിന്നെ ഇന്നലെ രാത്രി ഒരേ പാറ്റേട്ടോ. അപ്പം മഴയൊന്നുമില്ല, മഴ എവിടെയോ ആണ് പെയ്യണത്. ഇവിടേക്ക് ഇടയ്ക്ക് ഇങ്ങനെ കറുപ്പ് മൂടാപ്പ് പോലെ വരുള്ളൂ കേട്ടോ. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് പാറ്റ വരുമോയെന്ന് എനിക്കറിയില്ല. തണുപ്പുള്ള ഇവിടെ നിറയെ പാറ്റയും എറുമ്പും ഒക്കെ അങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ പാറ്റ നമ്മുടെ ഇവിടെ മാത്രമേ ഉള്ളൂ, വേറെ അവിടെയും പുറത്തും എവിടെ ഇല്ല. പിന്നെ നമ്മളിവിടെ ലൈറ്റ് കിടത്തിയ ശേഷം ഒക്കെ അങ്ങോട്ട് പോസ്റ്റിലേക്ക് അങ്ങോട്ട് കയറിപ്പോവുകയാട്ടോ ചെയ്തത്. അപ്പോൾ മഴ വന്ന തണുപ്പുണ്ടെങ്കിൽ വരുമെന്ന് മെസ്സേജ് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞതാണ്. അന്നും ഇതുപോലെ അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. ചിലപ്പോൾ തണുപ്പ് കൊണ്ട് തന്നെ ആയിരിക്കും ഇങ്ങനെ വരുന്നത്, കുഞ്ഞി പാറ്റ അങ്ങനെ പൊടിയുമ്പോഴേ. പിന്നെ നേരം വെളുത്ത് നോക്കുമ്പോണ്ട് അങ്ങനെ അതിൻ്റെ ചിറക് മാത്രമായിരിക്കും നമ്മുടെ ഹാളിലും ഉള്ളിലൊക്കെ. പിന്നെ അത് അടിച്ചു വിട്ടാലും കാറ്റത്ത് ഇങ്ങോട്ട് തന്നെ വരും കേട്ടോ. അപ്പോൾ ആ പൂവ് ഇല്ല, അങ്ങനെയാണ്. പിന്നെ നമ്മുടെ വീടിന് ചുറ്റും മരമൊക്കെ മുറിക്കുകയാണ് കേട്ടോ. അതുകൊണ്ടും കൂടി നമ്മുടെ എന്താണ് പറയുക, പാമ്പൊക്കെ കയറിക്കൂടാനുള്ള ചാൻസ് ഉണ്ട്. നമ്മുടെ തൊടി മൊത്തത്തിൽ കംപ്ലീറ്റ് മരങ്ങളും നമ്മുടെ ഓണർ വിറ്റിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മുടെ റിയാസ്ക്ക് വന്നു ചപ്പാത്തി കഴിച്ചു. അപ്പം ഞാൻ ആ വീഡിയോ എടുക്കാൻ വിട്ടുപോയിട്ടോ. ചപ്പാത്തി കടലക്കറിയൊക്കെ കൂട്ടി കഴിച്ചിട്ട് പിന്നെയും പോയിട്ടോ. പിന്നെ കുട്ടികൾ ഓരോരുത്തരും ചോദിച്ചു വന്നപ്പോൾ അവർക്കും കൊടുത്തു. പിന്നെ ഞാൻ കുറച്ച് പച്ചരിയിൽ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കുക്കറിൽ വേവിച്ചെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ 2 പട്ടയും ഏലക്കയും പച്ചമുളകും വെള്ളിയുള്ളിയൊക്കെ ഇട്ടിട്ട് ഒന്നിങ്ങനെ കുറച്ച് ഓയിലൊക്കെ ഒഴിച്ചിട്ട് വതക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൽ നമ്മൾ അരി ഇട്ട് കൊടുത്ത ശേഷം പാകത്തിന് നമ്മൾ അരി എടുക്കുന്നതിൻ്റെ അളവിന് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ സെറ്റായിട്ട് വരും. അപ്പോൾ ഞാൻ പച്ചരി ഇട്ട് എടുത്തിരിക്കുന്നത്. പച്ചരി നല്ല പച്ചരിയാണ്, കുഴപ്പമില്ല. നമ്മുടെ ബിരിയാണി അരി പോലെ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിങ്ങനെ നല്ല കഴുകിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യമുള്ള വെള്ളവും ഉപ്പും മാത്രം ചേർത്ത് കൊടുത്താൽ കേട്ടോ. അപ്പോൾ അങ്ങനെ അത് കുക്കറിൽ അടച്ച് വെച്ചൊന്ന് വേവിക്കാം. ഒരു വിസിൽ വന്ന ശേഷം നമ്മളങ്ങനെ ഓഫാക്കി ഇടും കേട്ടോ. പിന്നെ അതിൽ ആവിയിൽ കിടന്നിട്ട് അങ്ങോട്ട് വെന്തോളും. കുക്കറിൽ വെച്ചൊന്നും കഴിക്കാൻ പാടില്ല, എന്നാലും നമ്മൾ നമ്മുടെ ഒരു ഇതിന് നമ്മൾ ചെയ്യണമെന്ന് മാത്രം. ഞാൻ അധികം കുക്കറിൽ വെച്ചൊന്നും കഴിക്കലില്ല കേട്ടോ. പിന്നെ നമ്മുടെ പെട്ടെന്നൊക്കെ നമുക്ക് ചെയ്യണം പറയുമ്പോൾ ഇങ്ങനെ ചെയ്യുമെന്ന് മാത്രം. അപ്പോൾ നല്ല വേവിച്ചെടുക്കണം കേട്ടോ. പിന്നെ ഞാൻ അതൊന്ന് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മുടെ ചോറ് റെഡി ആയതും ബിരിയാണി ചോറായമ്മ റജിക്കുട്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവൾക്കും ഇട്ട് കൊടുത്തു, റഹീസ് കുട്ടിക്കും കൊടുത്ത്. അപ്പോൾ അവർ ചിക്കൻ പൊരിക്കണ മുമ്പേ അവർ ചോറ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അത് കഴിഞ്ഞ് നമ്മുടെ ചിക്കനൊന്ന് വറുത്തെടുക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ ചില്ലി പോലെ തന്നെ വറുത്ത് വരും കേട്ടോ. അപ്പോൾ ഞാൻ എപ്പോഴും ചിക്കൻ മേടിക്കുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ തന്നെ കേട്ടോ. എപ്പോഴൊന്നും മേടിക്കില്ല, എപ്പോഴെങ്കിലേ മേടിക്കുള്ളൂ. ചിക്കനായാലും മീനായാലും ഒക്കെ അങ്ങനെ പൊരിച്ചാലും നല്ല മുട്ടയൊക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് കുറച്ച് എണ്ണയിൽ തന്നെ എല്ലാം വറുത്തെടുക്കാൻ പറ്റും കേട്ടോ. ഒരുപാട് എണ്ണേൻ്റെ ആവശ്യമൊന്നുമില്ല. മുട്ടി പൊടി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അധികം നമുക്ക് എണ്ണ ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നെയ്യിലാണെങ്കിലും വറുത്തെടുക്കുക. അങ്ങനെ നമ്മുടെ ചിക്കൻ ചില്ലി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ അതും ആയിക്കൊണ്ട്. പിന്നെ ഇന്ന് ചെറിയൊരു മഴ മൂടാപ്പൊക്കെ കാണുന്നുണ്ട് കേട്ടോ. രാത്രി മഴ പെയ്യും വിചാരിച്ചു, പെയ്തില്ല ഇന്നലെ രാത്രി. പക്ഷെ ഇന്നും അതുപോലെ മഴ മൂടാപ്പുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ ചില്ലിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുട്ടികൾ ഓരോരുത്തർ ചോറ് കഴിച്ചപ്പോൾ ഇങ്ങനെ വിളമ്പി കൊടുക്കുക കേട്ടോ. പിന്നെ കുറേ കഴിഞ്ഞിട്ടാണ് റിയാസ്ക്ക് വന്നത്. പിന്നെ ഞാനും ഇടയിൽ ചായയും കടലക്കറിയൊക്കെ കുടിച്ച് പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കഴുകി അവിടെയൊക്കെ ഒന്ന് അടിച്ച് വിട്ട്. പാറ്റിൻ്റെ വെറും ചിറക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അത് ഹാളിലൊക്കെ. അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് വന്നു. പിന്നെ എല്ലാവരും കഴിക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ റിയാസ്ക്കും കൊടുത്തു. ഇനി ബാക്കി കുറച്ച് ചില്ലിയും കൂടി പൊരിക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി ഒന്ന് പൊരിച്ചെടുക്കണം. അപ്പോൾ കണ്ടോ നല്ല സോഫ്റ്റായിട്ട് നമ്മൾ പൊട്ടിച്ചതും വേഗം ചൂടുള്ളതുകൊണ്ട് കൈ കൊള്ളിയിട്ടാണ്. അപ്പോൾ റെൻഷിമോൾക്ക് ഇങ്ങനെ വറുക്കണത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, അവൾക്ക് നല്ല ഇഷ്ടമാണ്. അപ്പോൾ അത് കൂട്ടിയിട്ട് കുട്ടികളൊക്കെ നല്ല കഴിക്കും. പിന്നെ ഞാൻ കറി കുറച്ച് നമ്മൾ ആ ഒരു ചിക്കൻ്റെ ഒരു ഗ്രേവി പോലെ ആ ഒരു വെള്ളം അധികം ഒഴിക്കാണ്ട് അതിലുള്ള കടന്ന് വെന്തൊരു കറിയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് മതിയല്ലോ, നമുക്ക് ടേസ്റ്റ് ഉണ്ടാവും, കഴിക്കാനും സൂപ്പറായിരിക്കും.
അപ്പോൾ അങ്ങനെ ഇതാ നമ്മുടെ മൺചട്ടിയിലുള്ള കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി കുറച്ചും കൂടിയും വറുത്തെടുക്കാനുണ്ട്. അപ്പോൾ ഇന്നത്തെ സൺഡേ സ്പെഷ്യൽ കുറച്ച് കുഞ്ഞു വിശേഷങ്ങൾ നമ്മുടെ ഇതൊക്കെ തന്നെയാണ് കേട്ടോ. ഇനി പറ്റിയ വൈകുന്നേരം ഒന്ന് പുറത്ത് നടക്കാനൊക്കെ പോകും. പിന്നെ അത് കഴിഞ്ഞ് റിൻഷുമോളെല്ലാവരും ചോറ് കഴിച്ച് കുറച്ച് നേരം ഒന്ന് ഞാൻ പിന്നെ ചോറ് കഴിക്കലൊക്കെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്നിട്ട് കേട്ടോ ചോറ് കഴിക്കുള്ളൂ. കടലയും ചപ്പാത്തിയും തിന്നാണ് 12 മണിക്ക്. ഇനി നിസ്കാരമൊക്കെ കഴിഞ്ഞ് മേലൊക്കെ കഴുകി നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്നിട്ട് കഴിക്കുള്ളൂ കേട്ടോ. പിന്നെ കുറച്ച് നേരം കഴിച്ച് കുറച്ച് നേരം കിടന്നിട്ട് പിന്നെ ഒന്ന് വൈകുന്നേരം ഒന്നിങ്ങനെ നടക്കും ചെറുതായിട്ട്. പിന്നെ നമ്മുടെ കനാൽ നിറഞ്ഞിക്കണമെന്ന് പറയണ്ടായിരുന്നു കേട്ടോ, അടഞ്ഞിട്ട്. പിന്നെ വൈകുന്നേരം ആയപ്പോൾ കുട്ടികൾ ലേസൊക്കെ വാങ്ങിയിട്ട് ഇങ്ങനെ കഴിക്കുന്ന കണ്ടു. റേസ് കുട്ടി എന്തൊക്കെയോ വാങ്ങിയിട്ട് ഇങ്ങനെ കഴിക്കുന്നത് നന്നായിട്ടുണ്ട് അമ്മ എന്നൊക്കെ പറയുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ കനാലും കൂടി ഒന്ന് പോയി നോക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ റിൻഷുമോളും കുട്ടികളെ പോലെ കേട്ടോ, എന്താണ് ലേസും അതും ഇതൊക്കെ വാങ്ങിക്കൊണ്ട് വന്നിട്ട് ഇങ്ങനെ അവളുടെ അത്ത പിന്നെ പൈസ കൊടുത്താൽ വേഗം പോയി മേടിച്ചു. ഇത് കണ്ടോ നമ്മുടെ കനാലിൻ്റെ അവസ്ഥ, മേലെ കൂടെ കേട്ടോ വെള്ളം പോണത്. ഇനി ആരെങ്കിലും കുത്തി വിട്ടാൽ ആയി, അങ്ങനെ ഒന്നായി അടഞ്ഞ് കിടക്കുകയാണ് കേട്ടോ. അതുകൊണ്ട് മേൽക്കൂടെ കുട്ടികളൊക്കെ അങ്ങോട്ട് വിടാൻ പേടിയാണ് കേട്ടോ. നമ്മുടെ റെജിക്കുട്ടി നമ്മൾ കണ്ടില്ല ശ്രദ്ധിച്ചില്ല പറഞ്ഞാൽ അങ്ങോട്ട് പോകും. അതാണ് എനിക്ക് ആകെയുള്ള പേടി. പിന്നെ ഒക്കത്തിന് പൂട്ടിയിടാനേ നിവൃത്തിയുള്ളൂ. പെട്ടിട്ട് പിന്നെ പറഞ്ഞിട്ട് കഴിഞ്ഞിട്ട് കാര്യമില്ല. ആരും അവിടെ ശ്രദ്ധിക്കണമില്ല നോക്കണമില്ല. അങ്ങനെ വെള്ളം പോയിക്കൊണ്ടേ ഇരിക്കും കേട്ടോ. ഞാനതാണ് എപ്പോഴും അടച്ചടച്ച് പൂട്ടിയിരുന്നു മക്കളെ. കനാലിൽ എപ്പോഴാണ് വെള്ളം കൂടുക താഴുക എന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പം മക്കളെ, ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് അടിക്കട്ടോ. നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരെ. ബായ്.